ഹലോ നമസ്കാരം. ഇന്നത്തേത് 2 ചോക്ലേറ്റ് കേക്കാണ്. ഒന്ന് ബ്രിട്നി ഓർഡർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് പിസ്താഷ്യോ, മറ്റേത് ബിനി ഓർഡർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് സ്ട്രോബെറി. കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്കിലാണ് ഞാൻ. 4-ാം തീയതി കോഴിക്കോട് എത്തി. ഇനി 18-ാം തീയതി തിരിച്ചു പോകണുള്ളൂ. നമ്മൾ ജനിച്ചു വളർന്ന വീടും ചുറ്റുപാടും അതിന് നമുക്ക് തരാൻ പറ്റുന്ന സ്വസ്ഥതയും സുരക്ഷിതത്വവും അത് ഒന്ന് വേറെ തന്നെയല്ലേ. എൻ്റെ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അധികം ബഹളം നിറഞ്ഞ സമയമാണ്. റോഡിൻ്റെ അടുത്തായതുകൊണ്ട് ഇലക്ഷൻ്റെ പ്രചരണം മുഴുവനും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ അമ്മയോട് പറയായിരുന്നു, ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ഒന്ന് എഡിറ്റ് ചെയ്യുക, എനിക്ക് ശബ്ദമില്ലാത്തൊരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ തന്നെ പൊതുവെ ഇവിടെ കുറച്ച് പ്രകൃതിയുടെ ശബ്ദങ്ങൾ കൂടുതലാണ്. ഈ കരിയിലക്കിളികളുടെ മേളാണ് ഏത് സമയവും പറമ്പിൽ. പിന്നെ രാവിലെ തന്നെ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താണ്ട് പാടുന്ന ഒരു കുയിലുണ്ട്. പിന്നെ ഏതൊക്കെയോ കുഞ്ഞിക്കിളികൾ, മഞ്ഞക്കിളികൾ, നീലക്കിളികൾ, പിന്നെ വാലിൻ്റെ അറ്റത്ത് 2 തൂവൽ എക്സ്ട്രാ നിൽക്കണ മാരത്തെ കിളികളില്ലേ, കറുത്ത കിളികൾ, അത് കൂട്ടത്തോടെ പെയറായിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റും. ഇവരുടെയൊക്കെ ശബ്ദമാണ് മിക്കവാറും ചുറ്റും ഉണ്ടാവുക. കാലം അതിൻ്റെതായ മാറ്റങ്ങൾ എല്ലായിടത്തും വരുത്തിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന പലതിൻ്റെയും ലേയേഴ്സ് ഇപ്പോഴും ഇവിടെ എവിടേക്കോ ആയിട്ട് കാണാൻ പറ്റും. രാവിലെ കിഴക്ക് വശത്തുനിന്ന് ഉമ്മറത്തേക്കും മുറ്റത്തേക്കും വന്ന് വീണ വെയിലിന്, അതിൻ്റെ തിളക്കത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. വീടിൻ്റെ ചുറ്റും എന്നും നിറഞ്ഞ പച്ചപ്പായിരുന്നു കേട്ടോ. പുറത്തൊക്കെ നല്ല പൊരിവെയിലത്ത് പോയിട്ട് നമ്മുടെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു തണുപ്പും ഒരു സുഖമൊക്കെയാണ്. അതിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ അച്ഛനാണല്ലോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നിറയെ എവിടെയൊക്കെ മണ്ണിൻ്റെ ഒരു അംശമുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ് അച്ഛനെങ്ങനെ ഇപ്പോഴും ഈ 80-ാം വയസ്സിലും ആക്റ്റീവാക്കി നിർത്തുന്നത് ഈ മണ്ണാണെന്ന് പറയാൻ പറ്റും. അതുപോലെ രാവിലെ നേരത്തെ എണീറ്റാൽ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ട്, ഇന്നത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഒറ്റയടിക്ക് നൊസ്റ്റാൾജിയുടെ ഒരു കുതിപ്പാണ് മനസ്സിലുണ്ടാവുക. പക്ഷേ പണ്ട് സ്കൂളിൽ പോണ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ മടി പിടിച്ച് എണീക്കുമ്പോൾ ആ ഒരു മടിയുടെ കൂടെ, ആ ഒരു ഇഷ്ടക്കേടിൻ്റെ കൂടെയായിരുന്നു ഈ പാട്ട് കേട്ടിരുന്നത്. ഇന്നതൊക്കെ എന്ത് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടുത്തെ കാറ്റിനും വെയിലിനും തണുപ്പിനും ഒന്നും കാലത്തിന് ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല ഭാഗ്യത്തിന്. അതുപോലെ വൈകുന്നേരത്തെ കൊതുക് കടിക്കും. ഞാൻ പറയാറുണ്ട് കൊച്ചിയിൽ ഇത്ര കൊതുകില്ലാന്ന്. നമ്മുടെ വീടിന് ചുറ്റും ഈ പച്ചപ്പായതുകൊണ്ടേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കൊതുകുകളാണ്. പുറത്തിരുന്ന് കഴിഞ്ഞാൽ ആക്രമണത്തിന് വിധേയരാവും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ പ്ലസൻ്റായിട്ട് പാടി വരുന്ന കൊതുകുകളാണ് ചുറ്റും ഉണ്ടാവുക. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തോടൊപ്പം അതിൻ്റെ കൂടെ പഴയ എന്തിൻ്റെയൊക്കെയോ കൂടെയും ജീവിക്കാനുള്ള ശ്രമമാണ് നടത്താറുള്ളത്. ഇവിടുത്തെ ഓരോ കോർണറും എനിക്ക് ഓരോ ഓർമ്മകളാണ്. എല്ലാത്തിനോടും കുറച്ച് അമിതമായ ഇമോഷണലാണ് ഞാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ വീട് എനിക്ക് എന്തുമാത്രം ഓർമ്മകളായിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ഇമോഷണലായിട്ടാണ് ഞാൻ ഈ വീടും ചുറ്റുപാടും കാണുന്നതെന്നുള്ളത്. ഇതേ ഇമോഷൻസ് എനിക്ക് എൻ്റെ ഇന്നത്തെ ജീവിതത്തോടും ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്ലാറ്റിനോട്, എൻ്റെ ചുറ്റുപാടിനോട്, എൻ്റെ കൊച്ചിയോട്, ഇങ്ങനെ എല്ലാത്തിനോടും. ചുരുക്കി പറഞ്ഞാൽ പഴയ ഏതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ KP ഉമ്മർ പറയണ മാതിരി ഞാനൊരു വികാര ജീവിയാണ്. അതിനൊരു തർക്കവും ഇല്ല.